വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മൂസാ നബിയുടെ പലവട്ടമായി പറയുന്നു. കാരണം അത് അസത്യവും സത്യവും തമ്മിലുള്ള മഹത്തായ യുദ്ധമാണ്. ഫിർഔൻ മിസ്രിലെ രാജാവ് അവർ പറഞ്ഞു, അന്നാ റബ്ബുകുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലാഹുവിന്റെ അവകാശം തന്റെ പേരിലാക്കി ജനങ്ങളെ അടിമകളാക്കി പാപത്തിലും പീഡനത്തിലും മുക്കിച്ചെടുത്തു. അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ തെരഞ്ഞെടുത്തത്. അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസാ, നീ ഫിർഔന്റെ അടുക്കലേക്ക് പോ, അവൻ അതിക്രമിച്ചിരിക്കുന്നു. അർസിൽ മഅനാ ബനീ ഇസ്രായീല വലാ തുഅദ്ദിബുഹും. നീ ഇസ്രായേൽ മക്കളെ വിടുക, അവരെ പീഡിപ്പിക്കരുത്. ഫിർഔൻ പരിഹസിച്ചു. നീ നമ്മുടെ കൊട്ടാരത്തിൽ ഓർമ്മില്ലേ? മൂസാ നബി പറഞ്ഞു, നീ ജനങ്ങളെ അടിമകളാക്കിയതാണോ നിന്റെ മഹത്വം? പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അടയാളങ്ങൾ നൽകി. തന്റെ വടി അടിയിലിട്ടപ്പോൾ പാമ്പായി മാറി, കൈ പ്രകാശിച്ചു. ഫിർഔൻ പറഞ്ഞു, ഇത് മായാജാലം. മായാജാലക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി, മായാജാലക്കാരെ വരൂ, മായാജാലക്കാരെ വരൂ. മായാജാലക്കാർ എല്ലാവരും ഒന്നിച്ചു കൂടി ഒരു കയർ വലിച്ചു നീട്ടിയപ്പോൾ അത് പാമ്പ് പോലെ വന്നു. പക്ഷേ മൂസാ നബി വടി അടിയിലിട്ടപ്പോൾ അതെല്ലാം മായാജാലക്കാർ ഉടനെ വീണു. മായാജാലക്കാർ പറഞ്ഞു, ഞാൻ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചു. ഫിർഔൻ കോപിച്ചു. നീ എന്റെ അനുവാദമില്ലാതെ, നീ എന്റെ അനുമതി ചോദിക്കാതെ നിങ്ങൾ വിശ്വസിച്ചു. അവസാനം നിങ്ങളുടെ കൈകാലുകളെല്ലാം മുറിക്കും. അവസാനം അല്ലാഹു മൂസാ നബിയെ തന്റെ ജനങ്ങളോടൊപ്പം കടലിനരികിലേക്ക് കൊണ്ടുപോയി. ഫിർഔനും സൈന്യവും തൊട്ടു പിന്നാലെ വന്നു. മൂസാ നബി പറഞ്ഞു, എന്റെ റബ്ബ് എന്റെ ഒപ്പമാകുന്നു, അവൻ എനിക്ക് വഴികാട്ടും. അല്ലാഹു കൽപ്പിച്ചു കടൽ രണ്ട് വിഭാഗമാകാൻ. കടൽ രണ്ട് വിഭാഗമായി. ഓരോ ഭാഗവും വലിയ പർവ്വതം പോലെ വരുന്നു. മൂസാ നബിയും സംഘവും കടന്നു. ഫിർഔൻ നടുകടലിലെത്തിയപ്പോൾ വെള്ളം അടഞ്ഞു. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവസാന സമയത്തെ ഈമാൻ അംഗീകരിക്കപ്പെട്ടില്ല. അല്ലാഹു പറഞ്ഞു, അവന്റെ ശരീരം സൂക്ഷിച്ചു ഇന്നേ വരെയുള്ള മനുഷ്യ സ്വഭാവമാകാൻ വേണ്ടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും സത്യത്തിൽ ഉറച്ചിരിക്കുക. അസത്യം ഒരിക്കലും അല്ലാഹു നിലനിർത്തുകയില്ല. അല്ലാഹു നമുക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കഥ